താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്തതിൽ ഭയങ്കര സന്തോഷം. നോർമലി അറിയാലോ, നിങ്ങൾ നമ്മുടെ സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് അറിയാം എത്ര രണ്ട് എത്ര മണിക്കൂർ പോലും നമ്മൾ സൂം കിട്ടാറുണ്ട്. ബട്ട് ഇന്നലെ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് 22-ാം തീയതി മുതൽ ഇന്നലെ വരെ കണ്ടിന്യൂസ് ട്രാവലിങ്ങിലാണ്. നാട്ടിലെത്തിയതൊക്കെ ഇപ്പോഴാണ്. അപ്പൊ അതിനെ കൊണ്ട് തന്നെ ഇതൊന്നും മൈൻഡിൽ നിന്ന് ജസ്റ്റ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ്. അപ്പൊ ഇൻഷാല്ലാ, ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നമ്മളിപ്പം ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലുള്ള അപ്ഡേഷൻസ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കാണ്. ഇതുപോലെ എല്ലാ മന്തും 3 സെഷൻസ്, ഫ്രീ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ. എല്ലാ മന്തും 3 ഫ്രീ സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം അത് ഈ ജനുവരിയിലും 3 സെഷൻസ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് ഫ്രീ ആന്ന് പറയാനുള്ള കാരണം ആൾക്ക് ഒരു സർവീസ് ആയിട്ട് തന്നെയാണ്. എല്ലാവരുടെ ലൈഫും ബെറ്റർ ആവട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ അതിനും അറ്റൻഡ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഒരുപാട് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, എങ്ങനെ പരീക്ഷണങ്ങളെ അതിജീവിക്കണം, എങ്ങനെ സെൽഫ് ലവ് കൂട്ടണം, എങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ കവർ ചെയ്ത് പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടുന്നാണോ ലിങ്ക് കിട്ടിയത്, ആരാണോ അയച്ചെന്നത്, അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിട്ടും ആൻഡ് ഗ്രൂപ്പിൽ ജോയിൻ ആവാനുള്ള ലിങ്ക് കിട്ടും. അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടായിട്ട് ഇരുന്നാൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ പെട്ടെന്ന് അറിയാം. റെക്കോർഡിങ് കിട്ടും ആൻഡ് ഇനി അടുത്ത സെഷൻ എന്നാ കിട്ടും ഒക്കെ കിട്ടും. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊരു ത്രെഡ് മാത്രമാണ് അല്ലേ. ഇത് നിങ്ങൾക്ക് ഒരു കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ ഒരു മെൻറ്ററോ കോച്ചോ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങളെ ലൈഫ് എത്ര ബെറ്റർ ആവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരുപാട് പെയിനുകളും വേദനകളും വൂൺസും ഒക്കെ ഉണക്കി നിങ്ങളെ ബെറ്റർ ആക്കി നിങ്ങളെ സക്സസ്ഫുൾ ലൈഫിലേക്ക് എത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു 1 സെഷനിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല. അതൊരു 3 മാസത്തെ ഒരു മെന്റർഷിപ്പ് ജേണിയാണ്. 1 മന്ത് സെഷനും 3 മാസം 90 ദിവസം ഫോളോ അപ്പുമാണ്. അപ്പം അതിലോട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്. ഇൻഷാല്ല ഈ ഒരു ജനുവരി 15 കൂടിയിട്ട് നമ്മൾ അടുത്ത ബാച്ച്, ഓരോ മന്തും ബാച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പാണ്. വിത്ത് സയന്റിഫിക്കൽ ആയിട്ട് തന്നെ നമ്മുടെ മൈൻഡും ബ്രെയിനും എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മാറ്റം ഉണ്ടാക്കണേ. അല്ലാതെ നമ്മൾ മോട്ടിവേഷൻ അല്ല ഒരിക്കലും. ഇവിടെ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ലൈഫ് ഇപ്പം ബോഡി ചേഞ്ച് ചെയ്യാനും എക്സസൈസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ എക്സസൈസ് ചെയ്താലാണ് ബോഡി ഫിറ്റ് ആവുക. ജിമ്മിൽ പോയിട്ട് മാത്രം കാര്യമില്ല, ഫുഡൊക്കെ നോക്കണം. ഇതുപോലെ തന്നെ മോട്ടിവേഷൻ കൊണ്ട് മാത്രം ലൈഫ് മാറാത്ത എന്താ, നമ്മളിൽ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. അതില്ലാത്തതിനെ കൊണ്ടാ. അപ്പൊ അതിനുള്ള പേഴ്സണലൈസ്ഡ് ടാസ്കും ടൂൾസും ഒക്കെ നിങ്ങളെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് ഒരു 90 ദിവസത്തെ ബ്യൂട്ടിഫുൾ യാത്രയാണ് മെന്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അത് വേണ്ട, എനിക്ക് അത്ര ദിവസമൊന്നും വേണ്ട എന്നുള്ളവർക്ക് 21 ദിവസത്തെ സെഷൻസ് അവൈലബിൾ ആണ്. ഇനി ഗ്രൂപ്പ് ആഗ്രഹമില്ല, എനിക്ക് പേഴ്സണലായി 1-to-1 തന്നെ വേണമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെവർക്ക് പേഴ്സണൽ മെന്ററിങ്സും എടുക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഡിസംബറത്തെ പേഴ്സണൽ മെന്ററിങ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, എല്ലാം ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് ജനുവരിയിലോട്ട് വേണ്ടിയിട്ട് എൻറോൾമെന്റ് എടുക്കാം. ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്താൽ ഷുവറായിട്ട് നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യും. വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ്ങും മെന്ററിങ്ങും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് ആഗ്രഹിക്കുന്ന ഒരു മസ്റ്റ് ആയിട്ട് ജോയിൻ ആവുക. നിങ്ങളെ ലൈഫ് എന്തായാലും ഒരു 10x ഡിഗ്രിയിൽ ചേഞ്ച് ചെയ്യുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ചേഞ്ച് ചെയ്ത ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഫ്രീ സെഷൻസ് ഫ്രീ ആന്ന് വെച്ച് ഒഴിവാക്കരുത്. ഫ്രീ സെഷൻസിൽ നമ്മൾ അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കണ്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ അപ്ഡേഷൻസ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കണേ. അതിന്റെ വാല്യൂ വേർത്തും മനസ്സിലാക്കുന്നവർക്ക് ഇവിടെ വന്നിരിക്കാം, കേൾക്കാം, നിങ്ങളെ ലൈഫ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് കേട്ട കുറേ കാര്യങ്ങൾ കേട്ടാൽ രക്ഷപ്പെടുന്ന നമ്മളെ കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ അവരെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. അവരെ നിങ്ങൾക്ക് ഇതിലോട്ട് എത്തിക്കാം. നിങ്ങളെ കൊളീഗ്സ്, നിങ്ങളെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും. കാരണം ഇത് എല്ലാ മനുഷ്യന്മാർക്കും നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് നമ്മളെ ഗ്രൂപ്പിലോട്ട് കൂടെ അവരെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ അവർക്ക് കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാനും പറ്റും. ഇനി അത് മാത്രമല്ല, റെക്കോർഡിങ് കിട്ടും. ഗ്രൂപ്പിൽ ഞാൻ സെൻഡ് ചെയ്യും. ഇപ്പോൾ ഉള്ള 2 ഭാഗങ്ങളും കിട്ടും. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. നിങ്ങൾക്ക് അത് കേൾക്കാം, അത് വേണ്ടവർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഞാൻ ഇത്രയും സംസാരിച്ചല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുള്ളവർക്ക് ചോദിക്കാം. ആൻഡ് ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാട്ടോ. നിങ്ങൾക്ക് നിങ്ങളൊരു ഭാഗത്തു നിന്ന് കേൾക്കാനും ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഗോൾ സെറ്റ് ചെയ്യുന്നതിലോ വിഷൻ സെറ്റ് ചെയ്യുന്നതിലോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ.
പിന്നെ വേറൊരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസ് മാത്രമല്ല, നല്ല കോഡ്സ് കൂടെ വെക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ആവേണ്ടത് അങ്ങനത്തെ കോഡ്സ് കൂടെ എഴുതി ഒട്ടിക്കുക. അപ്പം ഐ ആം ഹെൽത്തി, മണി കംസ് ടു മീ എഫേർട്ട്ലെസ്ലി, പണം എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ഐ അട്രാക്ട് ലവ് എവരിവേർ, ഞാൻ എവിടെ പോയാലും സ്നേഹം എന്നിലോട്ട് ആകർഷിക്കുന്നു. ഇങ്ങനത്തെ നിങ്ങൾ ലൈഫ് എങ്ങനെയാണോ ആവേണ്ടത് അതിന് മാച്ച് ചെയ്യുന്ന കോഡ്സ് ഉണ്ടാവുമല്ലോ. അതിപ്പോ അല്ല എന്നാലും ആവണം. ആ കോഡ്സും എഴുതിയിട്ട് ഒട്ടിക്കാം, അല്ലെ ഫോണിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം അതിങ്ങനെ ഡെയിലി കാണുമ്പം ഈ ദിക്കറ് മന്ത്രം ചൊല്ലുക, നാമം ചെല്ലുമ്പോൾ എന്താണ് അതെന്നെ കണ്ട് ചെയ്ത് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് അത് പ്രാവർത്തികമാക്കുന്നില്ലേ? അതേ സെയിം എഫക്റ്റ് ആണ് ബ്രെയിനിലും മൈൻഡിലും നടക്കുക. ആ കോട്ട് കണ്ട് കണ്ട് വായിച്ച് നമ്മളെ ക്വാളിറ്റി ആയിട്ട് സ്വഭാവമായിട്ട് മാറാൻ വേണ്ടി തന്നു. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ഇന്നത്തെ സെഷനിൽ പറഞ്ഞോളൂ. സുഹാന മാം ആണോ? ഷാനാണോ? ആരോ ആരോ സംസാരിച്ച്. ശല കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നല്ല എനർജി ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഗോൾ സെറ്റിങ്സിന്റെ, അതുപോലെ വിഷൻ ബോർഡിന്റെ, അതുപോലെ നമ്മളിലുള്ള മാറ്റങ്ങള്, നമ്മളുടെ മൈൻഡിലാണെങ്കിലും നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിലാണെങ്കിലും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു ന്യൂ വെർഷൻ നമ്മൾ വരുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വരിക എന്നുള്ള ആ ഒരു പോയിന്റ് അതായിരുന്നു നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ എഴുതി വെച്ചത് കൊണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയത് കൊണ്ടോ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ അതിനായിട്ട് പ്രിപ്പയർഡ് ആവണം എന്നുള്ള ആ ഒരു പോയിന്റ്. ഇപ്പൊ ഒരു സോഫയിൽ ഇരിക്കുകയാണെങ്കിലും തൊട്ടപ്പുറത്ത് നമ്മൾ അലക്കി വെച്ചിട്ടുള്ള തുണികളൊക്കെ കൂട്ടിയിട്ടിട്ടാണ് അവിടെ ഇരിക്കുകയാണ്, അത് നമ്മൾ അവിടെ ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഫോഗ് വരുന്നുണ്ട് എന്നുള്ള, ആ ഒരു ബ്രെയിനിൽ ആ ഒരു ഫോഗ് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു സന്ദേശം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ട്ടോ. ആ ഒരു ഗോൾ സെറ്റിങ്സ് ഒക്കെ ശരിക്കും ആ ഒരു വൺ ബൈ വൺ ആയിട്ട് തന്നെ അത് പറഞ്ഞു തന്നത്, അതുപോലെ നമ്മളത് എഴുതി വെക്കുമ്പോഴാണെങ്കിലും അതിൽ നെഗറ്റീവ് ആയിട്ട് വരുമ്പോഴുള്ള ആ ഒരു സംഭവങ്ങളും അതൊക്കെയും ക്ലിയർ ചെയ്ത് തന്നതിനും ഒക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു, താങ്ക്സ് ലോട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. ഇനി എന്തായാലും ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുക, അത് നടന്ന കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാവും. ഓക്കെ, നെക്സ്റ്റ് സെഷനിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും നടന്ന വിഷനൊക്കെ കേൾക്കണ്ടേ നമുക്ക്? അങ്ങനെ കൂടി നിങ്ങൾ ഇമാജിൻ ചെയ്യാട്ടോ. എൻ്റെ ഇത് നടന്നു, അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യണ്ടേ? ഇൻഷാല്ല. ഹലോ, അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. ഷാന, പറഞ്ഞോളൂ. ഉം. പിന്നെ ഞാന് ഫസ്റ്റ് ഫുഡ് കഴിക്കുന്ന ചെയ്യുന്നുണ്ടായത്, എന്നാൽ എനിക്ക് ഇന്നത്തെ ഈ സെഷൻ എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എന്താ വെച്ചാല് നമ്മള് പുതിയൊരു കൊല്ലത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് കാരണം നമുക്ക് ലൈഫിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മറ്റേ മെന്ററിങ്ങിനും മറ്റേ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ പറ്റുന്നവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ, ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യാം. കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ക്ലാസ്സിലൊക്കെ എടുക്കുന്നതുകൊണ്ട് അതിന്റെ ചേഞ്ചസ് നമുക്ക് ലൈഫിൽ വരുത്താനും പറ്റുന്നുണ്ട്. ഞാനൊക്കെ മുമ്പ് എന്താ പറയാ, ഇപ്പൊ നമുക്കൊരു വേദന വന്നാൽ തകർന്നാലും തളർന്നാലും തകർന്നു പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവം നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരോ സെഷൻ കഴിയുന്നോളൂ, അതിലെ ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നോളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പിന്നെ ഈ ഓർഗനൈസിംഗ് എങ്കിലും മിനിമം ചെയ്യാൻ പറ്റും, നമ്മളെ മൈൻഡിന് നല്ല റിലാക്സ് ഉണ്ടാവും. അതെനിക്ക് അനുഭവത്തിലുള്ള കാര്യമാണ്. നമ്മള് ചെറുങ്ങനെ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സ്ട്രെസ് അത് ഒഴിവായി കിട്ടും. പിന്നെ മാഷാഅല്ലാ ഇന്നത്തെ ക്ലാസ് നല്ല അടിപൊളിയായിരുന്നു. എല്ലാം ഡീറ്റെയിൽ ആയി പറയാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം പോയിന്റ് ചെയ്തിട്ട് വരേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാഅല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ ഹലോ, മച്ച്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പറഞ്ഞോളൂ നസിയ മാം. ഉം. ഇന്നത്തെ ക്ലാസ് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയി. ഞാൻ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഗോൾ സെറ്റിങ്സ് അതൊരു പൂർണ്ണ രൂപത്തിലായിട്ട് കിട്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും അടുത്ത വർഷം നല്ലൊരു മാറ്റം വരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. എന്തായാലും മാറ്റം
മാറ്റണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാം വിവരിച്ചു തന്നു. താങ്ക്സ് ലോഡ്, താങ്ക്സ് ലോഡ്. താങ്ക് യു സോ മച്ച് ഡിയർ. ഓക്കെ, അപ്പൊ എല്ലാരും ഷാനനോടും ഷാന ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതാ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഒരുപാട് മാറി, ഇനിയും നമ്മൾ ഒരുപാട് മാറണം. ഇങ്ങനെ അടുത്ത ലെവലിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലൈഫ് തന്നെ ഭയങ്കര ത്രില്ലായിട്ട് ഫീൽ ചെയ്യുമല്ലോ. എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടോ, ഓർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മെന്ററിങ്ങിനോ കോച്ചിങ്ങിനോ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പേഴ്സണലി കണക്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ ഗ്രൂപ്പിലുള്ളവർക്ക് പേഴ്സണലി നമ്പർ ഉണ്ടാവും. അല്ലാത്തവർ ലിങ്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്പറോ ഗ്രൂപ്പിന്റെ ലിങ്കോ ഒക്കെ കിട്ടും. അസ്സലാമലൈക്കും ഷാലാമ. വലൈക്കും അസ്സലാം. ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സില്. ആ, വീണ്ടും എല്ലാം ഒന്ന് എന്താ പറയാ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അത് ചെയ്ത കാര്യങ്ങളൊക്കെ തുടർന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ അന്ന് മാമിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അത് ക്ലിയർ ആയി. അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. അങ്ങനെയൊക്കെ പോകുന്നു. വീണ്ടും എല്ലാ ഹെൽപ്പും പ്രതീക്ഷിക്കുന്നു. ചെയ്തതിനെല്ലാം സന്തോഷം. അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. എന്തായാലും ഹാപ്പി ആയിരിക്കും. താങ്ക് യു സോ മച്ച് എല്ലാത്തിനും. ഇന്നത്തെ ക്ലാസ്സും അടിപൊളി. ഒന്നും കൂടി അന്ന് കേൾക്കാത്ത മാം പറഞ്ഞല്ലോ ഒന്നും കൂടി എന്താ പറയാ അപ്ഡേറ്റഡ് ആവുന്നുണ്ടെന്ന്. അപ്പൊ അന്ന് കേട്ടിയിലേറെ കുറേയും കൂടി കാര്യങ്ങൾ കേട്ട പോലെയും കുറച്ചും കൂടി ഞാനും മാറ്റം വരാനുള്ള പോലെയും ഒക്കെ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇന്ന് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു ഇടയാണ്. കാരണം സൂം 3 തവണ എൻ്റെ ആയിട്ടുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് ആദ്യമായിട്ടാവും. ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഷാനനൊക്കെ അറിയാം. ബട്ട് നിങ്ങൾ വീണ്ടും കാണിച്ച ആ ഒരു ഡെഡിക്കേഷൻ, അത് ഭയങ്കര നല്ലതായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് എവരിവൺ. നമുക്ക് എന്തെങ്കിലും സൂമ വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഓൾവേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആരും ഒരു മടി വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാനോ എല്ലാത്തിനും ഇത് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, അടുത്ത ഫ്രീ സെഷന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കും. നിങ്ങളെല്ലാം ചെയ്ത് ലൈഫ് സെറ്റ് ആക്കുക, ഹാപ്പി ആക്കുക. ഞാൻ പറയല്ലേ, ഇപ്പൊ നമ്മൾ എത്ര ദുരിതത്തിലാണെങ്കിൽ പോലും അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ടേക്ക് ആലോചിക്കുമ്പോൾ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല തോന്നും. ചെറിയ രീതിയിൽ നിങ്ങൾ സെറ്റാക്കാൻ വലിയ സ്വപ്നങ്ങൾ അതേ സമയം കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.